നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളം വിധി എഴുതി കഴിഞ്ഞു. ഇനിയുള്ള ഊഴം വടക്കൻ കേരളത്തിലാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വടക്കൻ കേരളത്തിൽ എറണാകുളം ജില്ലയ്ക്ക് വടക്കോട്ടുള്ള തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിധിയെഴുത്തുണ്ടാകും. എന്താണ് തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിലേക്ക് വോട്ടെടുപ്പ് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്, പ്രതീക്ഷകൾ എന്തെല്ലാമാണ്, സൂചനകൾ എന്തെല്ലാമാണ്, വിഷയങ്ങൾ എന്തെല്ലാമാണ്, വടക്കൻ കേരളത്തിന്റെ തനത് പ്രക്രിയകൾ എന്തെല്ലാമാണ്, ഊരെത്തിനോട്ടം. അതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഇതിവൃത്തം. നോക്കൂ, തെക്കൻ കേരളത്തിലാണ് ശബരിമല. തെക്കൻ കേരളത്തിൽ നിന്ന് കടന്നു വന്ന് വടക്കൻ കേരളത്തിൽ MLA ആയ, പാലക്കാട് MLA ആയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മധ്യ കേരളത്തിൽ ഉള്ള ആളാണ് ദിലീപ്. ഈ മൂന്ന് പേരും, അല്ലെങ്കിൽ ഈ ശബരിമല വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, ദിലീപ് വിഷയം, ഇതെല്ലാം തന്നെയായിരുന്നു ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലൊക്കെ, ഒന്നാം ഘട്ടത്തിന്റെ അന്ത്യഘട്ടത്തിൽ വരെ സംസാരിച്ചത്. ഇനിയിപ്പോൾ അതേ വിഷയങ്ങളുടെ ബാക്കി. ഒരുപക്ഷെ ജനം മടുത്തിരിക്കുന്നു. കാതലായ വിഷയങ്ങൾ, തദ്ദേശീയമായ വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ, തദ്ദേശീയമായ അടിയൊഴുക്കുകൾ, ഇതുകൂടി പരിഗണിക്കാതെ വിശാല വിഷയങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിർഭാഗ്യകരമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഗൗരവമുള്ളതാണ്, അതിൽ തെറ്റു പറയാനാവില്ല. സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന ഒരു വിഷയമൊക്കെ വരുമ്പോൾ അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിയുടെ വൈകൃതങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിന്റെ കുന്തമുനയാവുകയും വലിയ വിഷയങ്ങൾ മാറിപ്പോവുകയും ചെയ്തത് നിർഭാഗ്യകരമാണ്. ശബരിമല വിഷയം കാതലുള്ള വിഷയമാണ്, അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഗവൺമെന്റ് നിയമിക്കുന്ന ദേവസ്വം ബോർഡ് അതിലെ ഉദ്യോഗസ്ഥന്മാർ, നേതാക്കൾ, ബോർഡ് അംഗങ്ങൾ അഴിമതി കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വത്തിൽ നിന്നും ഗവൺമെന്റിനും അതിനെ നയിക്കുന്ന പാർട്ടിക്കും പിന്നോട്ട് പോകാനാവില്ല. ഇതൊക്കെ തന്നെ വിഷയങ്ങൾ തന്നെയാണ് പാൻ കേരള അടിസ്ഥാനത്തിൽ. പക്ഷെ ലോക്കലി എന്തെല്ലാമാണ്? ചെറിയ പാർട്ടികളുടെ പ്രകടനം, മുന്നണി രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, ഇതെല്ലാം കൂടി പരിഗണിക്കണം. വടക്കൻ കേരളം ഫോക്കസ് ചെയ്യുകയാണ്. തൃശ്ശൂർ ജില്ല നോക്കൂ, 3 മുന്നണികൾക്കും പ്രതീക്ഷയുള്ള ജില്ല. തൃശ്ശൂർ കോർപ്പറേഷൻ, അവിടെ സുരേഷ് ഗോപി MP ആണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സുരേഷ് ഗോപി പ്രഭാവം BJPക്ക് മതിയാവുമോ? അതൊരു വലിയ ചോദ്യമാണ്. ഒരുപക്ഷെ UDF LDF ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന, കഴിഞ്ഞ പ്രാവശ്യവും പ്രധാന പോരാട്ടം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF LDF തമ്മിലാണ്. ഒരു നിർണായകമായ ഒരു വ്യക്തിയുടെ വോട്ടിന്റെ മാത്രം ഒരു സ്വതന്ത്ര അംഗത്തിന്റെ കൂടെ പിൻബലത്തിലാണ് LDFന് ഭരണം പിടിക്കാൻ കഴിഞ്ഞത്. ആ ഭരണം നിലനിർത്താൻ LDFന് കഴിയുമോ? UDF തിരിച്ചു പിടിക്കുമോ? BJP കൂടുതലായി പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളാകും തൃശ്ശൂർ? അതോ അട്ടിമറിയിലൂടെ BJPക്ക് തൃശ്ശൂർ അധികാരത്തിലെത്താൻ കഴിയുമോ? ഒരു കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെയാണ് BJP വലിയ ശ്രദ്ധ വെച്ചു പുലർത്തുന്നത്. അതാണ് ചോദ്യം. അതുകൊണ്ട് ആ രംഗത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതും വടക്കൻ കേരളത്തിൽ കോർപ്പറേഷനുകളിൽ തൃശ്ശൂരായിരിക്കാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പൂരം കലക്കിയതിന് പിന്നിൽ സുരേഷ് ഗോപി അങ്ങ് ജയിച്ചുകൂട്ടെ എന്ന് കരുതി LDF കണ്ണടച്ചത് കൊണ്ടാണോ? ഒരു LDF BJP ബാന്ധവം അന്തർധാര കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഉണ്ടോ? ഇതെല്ലാം വോട്ടർമാർ മറുപടി പറയേണ്ട ഒരു രംഗമാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ LDFന് ആധിപത്യമുണ്ടായിരുന്നു. അത് ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുന്ന പോരാട്ടം തന്നെയാണ്. UDF LDF തമ്മിൽ. BJP ചില മേഖലകളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. ആ രീതിയിൽ നിൽക്കുന്നു തൃശ്ശൂർ. ഇനി മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ UDFന്റെ തട്ടകം, അത് മുസ്ലിം ലീഗിന്റെ ബലത്തിലാണ്. ആരും ഒരു അട്ടിമറിയും പ്രതീക്ഷിക്കുന്നില്ല മലപ്പുറത്ത്. UDFന്റെ ഭൂരിപക്ഷം എത്ര? ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF എത്ര എണ്ണം നേടും? LDFന് എന്തെങ്കിലുമൊക്കെ 1-2 അവിടെ ഇവിടെയുമൊക്കെ കിട്ടുമോ? പഞ്ചായത്തുകൾ ചിലതൊക്കെ LDFന് പിടിക്കാൻ സാധിക്കും. BJPക്ക് കാര്യമായ പ്രതീക്ഷയില്ലാത്ത ഒരു ജില്ലയുമാണ് മലപ്പുറം ജില്ല എന്നോർക്കുക. എന്നാൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബാന്ധവം അത് വലിയ ഉരകല്ലാണ്. എക്കാലത്തും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഏറ്റവും അടിയുറച്ച ചങ്ങാതിയും വിശ്വസ്ത പങ്കാളിയുമാണ്. പക്ഷേ ജില്ലയിലേക്ക് എത്തുമ്പോൾ അവിടെ ചില മുറുമുറുപ്പുകളുണ്ട്. മുസ്ലിം ലീഗിന്റെ തേർവാഴ്ചയിൽ മനം നൊന്ത ചില കോൺഗ്രസ്സുകാരെങ്കിലും CPMമായും CPIയുമായും സഹകരിക്കുന്ന കാഴ്ച നിരവധി പഞ്ചായത്തുകളിലുണ്ട്. ചിലയിടത്ത് മുന്നണിയായി തന്നെ മത്സരിക്കുന്നു. മുസ്ലിം ലീഗിനെതിരെ മറ്റെല്ലാവരും ചേർന്ന് മത്സരിക്കുന്ന സാഹചര്യം വരെയുണ്ട്. അതൊക്കെ ലോക്കൽ പ്രതിഭാസമായി കാണാമെങ്കിലും UDFന്റെ കെട്ടുറപ്പിനെ എത്രത്തോളം അത് ബാധിക്കും എന്ന് കരുതേണ്ടതുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ PV അൻവർ
അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണല്ലോ തൃണമൂൽ കോൺഗ്രസ്. ഇവിടെ എങ്ങും ഇല്ലാത്ത മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗമാണല്ലോ. ഇപ്പം മധ്യ കേരളത്തിൽ ചില പോക്കറ്റുകളിൽ ചില വ്യക്തികളിലൂടെ പിന്നെ സജി മഞ്ഞക്കടമ്പനിലൂടെ ഒക്കെ ചില പ്രഭാവം, പക്ഷെ പ്രധാന പ്രഭാവം തൃണമൂലിൻ്റേത് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ്. അത് കുടിയേറ്റ മേഖലയിലുമാണ്. ചെറിയ തോതിൽ ക്രിസ്ത്യൻ പോപ്പുലേഷനും മുസ്ലിം പോപ്പുലേഷൻ, ഹിന്ദു പോപ്പുലേഷൻ ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. അൻവർ ഫാക്ടർ എത്രത്തോളം പ്രവർത്തിക്കുന്നു, അത് ഒരു ബൈലൈനിൽ നിന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് UDF-നോട് ഗാൽവനൈസ് ചെയ്യപ്പെടുന്ന വോട്ടുകളാകുമോ, അതോ UDF-ന് അലോസരം ഉണ്ടാക്കുമോ, ഭാവിയിൽ ഒരു ഘടകകക്ഷിയായി അൻവറിൻ്റെ പാർട്ടിക്ക് കൃത്യമായി പിന്നെ തൃണമൂൽ കോൺഗ്രസിന് UDF-ലേക്ക് കടന്നു വരാനാവുമോ എന്ന ചിന്തകളൊക്കെ ഈ റിസൾട്ട് കൂടി എത്രത്തോളം പ്രഭാവം ലോക്കൽ തലത്തിൽ അൻവറിന് കൊണ്ടുവരാനാവും എന്നതിനെ കൂടെ ആസ്പദമായിരിക്കും. പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് താരം പാലക്കാട്. പക്ഷെ പാലക്കാട് നഗരസഭയും ഒരു താരം തന്നെയാണ്. പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്ന നഗരസഭയാണ്. അവിടുത്തെ നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ ശരശയ്യയിലാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ പ്രതീക്ഷയോടെ അധികാരത്തിലെത്തിയെങ്കിലും പടലപിണക്കങ്ങളാൽ ശ്രീ കൃഷ്ണകുമാർ വിഭാഗവും മറുവിഭാഗവും ഒക്കെ തമ്മിൽ ഉള്ള ചക്കളത്തെ പോരാട്ടം നടക്കുന്ന ഇടം കൂടിയാണ് പാലക്കാട് നഗരസഭ. BJP വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ആ നഗരസഭ നിലനിർത്തേണ്ടത് പന്തളം നഗരസഭയും പാലക്കാട് നഗരസഭയും മാത്രമേ ഉള്ളൂ. BJPക്ക് നഗരസഭകളുടെ കൂട്ടത്തിൽ ഇത് രണ്ടും നിലനിർത്തേണ്ടത് BJPയുടെ അഭിമാന വിഷയമാണ്. അതേസമയം നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കേണ്ടത് LDF-ന്റെ കാര്യമാണ്. LDF വളരെ പിന്നോക്കമായിരുന്നു. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിറം കെട്ട പ്രകടനം ആണ്. P. സരിനെ സ്ഥാനാർത്ഥിയാക്കി, രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി, മാങ്കൂട്ടത്തിൻ്റെ വൻപിച്ച വിജയം, കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ വ്യാഖ്യാനിച്ചു. പക്ഷേ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് പാലക്കാട്ടെ ജനം എങ്ങനെയാണ് കാണുന്നത്? അത് സാഗൂതം കേരളം വീക്ഷിക്കുന്ന കാര്യമാണ്. പാലക്കാട്ടെ സ്വന്തം ജനം കോൺഗ്രസിന് കൈപ്പത്ത ചിഹ്നത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വോട്ട് ചെയ്ത ജനം അത് വളരെ വലിയ ബാധ്യതയായി കണ്ടുകൊണ്ട് തിരിച്ച് LDF-നോ BJP-ക്കോ കുത്തുമോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായ ഒരു ദോഷമാണ് എന്ന് മാത്രം കരുതിക്കൊണ്ട് UDF-ന് അനുകൂലമായി വിധി എഴുതുമോ? പാലക്കാട് നഗരസഭയുടെ കാര്യമാണ്. ചുറ്റുമുള്ള പല പഞ്ചായത്തുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളാണ്. പാലക്കാട്ടെ പല ഗ്രാമപ്രദേശങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ചുവപ്പ് കോട്ടകളെന്ന് പറയാവുന്ന ഇടങ്ങളാണ്. അവിടൊന്നും വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കാനില്ല. ജില്ലാ പഞ്ചായത്തിലൊക്കെ ഉൾപ്പെടെ BJPക്കോ കോൺഗ്രസിനോ വൻ കടന്നുകയറ്റം നടത്താനാവുമെന്നൊന്നും ആരും ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നില്ല. ജില്ലാ പഞ്ചായത്തിൽ ഒരുപക്ഷെ LDF-ന് തന്നെയായിരിക്കാം മേൽക്കൈ. നഗരസഭകളുടെ കാര്യത്തിൽ സാഗൂതം വീക്ഷിക്കേണ്ടതുണ്ട് പാലക്കാട്. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ, കോഴിക്കോട് കോർപ്പറേഷൻ ഏറെക്കാലമായി LDF-ന്റെ തട്ടകമാണ്. അതിനുള്ള പ്രധാന കാരണം LDF-ന്റെ അടിസ്ഥാന വോട്ടുകൾ സോഷ്യലിസ്റ്റ് വോട്ടുകൾ, സോഷ്യലിസ്റ്റുകൾക്ക് വലിയ പ്രാധാന്യമുള്ള, കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, MP വീരേന്ദ്രകുമാറിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റുകൾ പല പല പാർട്ടികളിലായി ഇപ്പോൾ ചിതറി നിൽക്കുന്നു. ജനതാദളിൽ തന്നെ പലതായി മാറി. ജനതാദൾ സെക്യുലർ ഉണ്ട്, ജനതാദൾ യുണൈറ്റ് ഉണ്ട്, RJD ഉണ്ട്. അപ്പോൾ കേരളത്തിൽ RJD-യും ജനതാദൾ സെക്യുലറും രണ്ടും സാമാന്യം ചില പോക്കറ്റുകളിൽ വേരോട്ടമുള്ളത്. അതിൽ ഈ രണ്ട് പാർട്ടികൾക്കും വേരോട്ടമുള്ള മണ്ഡലമാണ് വടകര മണ്ഡലത്തിൻ്റെയും കോഴിക്കോട് മണ്ഡലത്തിൻ്റെയും പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾ. അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? UDF-ൽ നിൽക്കുന്ന പാർട്ടിയും LDF-ൽ നിൽക്കുന്ന പാർട്ടിയും എങ്ങനെയാണ് നിൽക്കുന്നത്? അതുപോലെ ഈ ഓഞ്ചിയം ഏറാമല പ്രദേശങ്ങളിൽ TP ചന്ദ്രശേഖരന് ഉണ്ടായിരുന്ന വലിയൊരു വീരപരിവേഷം, അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെ തുടർന്ന് KK രമ RMP പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വത്തിലെത്തുന്നു, MLA ആകുന്നു. CPM-ന് അഭിമാന പോരാട്ടമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ചില സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഓഞ്ചിയം ഏറാമല പഞ്ചായത്തുകൾ. കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് RMP-യുടെ പ്രഭാവം വന്നാൽ CPM-ന് അതൊരു വളരെ വലിയ തിരിച്ചടിയാണ്. അപ്പോൾ സോഷ്യലിസ്റ്റുകളും RMP എന്ന മുൻ കമ്മ്യൂണിസ്റ്റുകളും എല്ലാം തന്നെ ഇപ്പോൾ മുൻ കമ്മ്യൂണിസ്റ്റുകൾ എന്നല്ല, അവർ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ്. RSP ആകട്ടെ, RMP ആകട്ടെ, CMP ആകട്ടെ, ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകളാണ്. CPI-യും CPM മാത്രമല്ലല്ലോ കമ്മ്യൂണിസ്റ്റുകൾ. അപ്പം എങ്ങനെയാണ് ജനം ഈ CPM-നെ കാണുന്നത്? അതൊരു വലിയ ഉരകല്ലാണ്. പക്ഷേ കോർപ്പറേഷനിൽ തീർച്ചയായും CPM-നുള്ള അപ്രമാദിത്വം അത് തുടരാൻ നല്ല സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണ് ഈ കോൺഗ്രസ് ശക്തമായ ഒരു മുഖം കാട്ടുന്നുവെങ്കിലും BJPക്ക് കാര്യമായ പ്രതീക്ഷ അവിടെ കോഴിക്കോടില്ല എന്നതും വസ്തുത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് LDF പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ. അതേസമയം ഗ്രാമങ്ങളിലും ചില നഗരസഭകളിലും UDF-ന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയും. മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിലുള്ള ഏകോപനം എത്രത്തോളം ഉണ്ട് എന്ന് കൂടി. മുസ്ലിം ലീഗും കോഴിക്കോട് പ്രബലമായ ശക്തിയാണ്, കോൺഗ്രസ് മാത്രമല്ല. അതുകൊണ്ട് ഒരു സമ്മിശ്രമായ ചിത്രമാണ് കോഴിക്കോട് ഉയർത്തുന്നത്. വയനാട് രാഹുൽ ഗാന്ധിയുടെ മുൻ മണ്ഡലം
പ്രിയങ്ക ഗാന്ധിയുടെ ഇപ്പോഴത്തെ ലോക്സഭാ മണ്ഡലം, കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലം, വലിയ തോതിൽ ഈ ന്യൂനപക്ഷ സ്വാധീനമുള്ള മലപ്പുറം ജില്ല കഴിഞ്ഞാൽ പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക്, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലം, കോൺഗ്രസ് പ്രതീക്ഷയോടെ കാണുന്ന, ഇപ്പോൾ നിലവിൽ ഭരണത്തിലുള്ള അപൂർവം ആകെ 3 സഭകൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന് ഉള്ളത്. അതായത് ജില്ലാ പഞ്ചായത്തുകൾ. ഒന്ന് പിന്നെ എറണാകുളമാണ്, മറ്റൊന്ന് മലപ്പുറമാണ്. അത് തീർച്ചയായും സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പിൻബലത്തിലാണ്. പിന്നീടുള്ളത് വയനാടാണ്. വയനാട് നിലനിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എങ്കിൽ, UDF കഴിഞ്ഞില്ല എങ്കിൽ അത് വളരെ വലിയ, പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെ, ഹൈക്കമാൻഡിന് ഉൾപ്പെടെ വലിയ തിരിച്ചടിയായി വരും. അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. BJPക്ക് കാര്യമായ വേരോട്ടമില്ലാത്ത ഒരിടം എന്ന നിലയിൽ അവിടെ വലിയ ഒരു സ്റ്റേക്സ് ആർ നോട്ട് വെരി ഹൈ. ഇനി കണ്ണൂരേക്ക് വന്നു കഴിഞ്ഞാൽ, കണ്ണൂർ ചുവന്ന മണ്ണായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷേ കണ്ണൂർ എന്ന ചുവന്ന മണ്ണിന്റെ മധ്യത്തിലുള്ള കണ്ണൂർ കോർപ്പറേഷൻ അതെക്കാലത്തും കോൺഗ്രസിന്റെ അടിയുറച്ച തട്ടകമായിരുന്നു. നിലവിൽ 6 കോർപ്പറേഷനിൽ ഭരണത്തിൽ UDF ഉള്ള ഏക ഇടവും കണ്ണൂരാണ്. അത് തുടരാൻ എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ലോക്സഭ, നിയമസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ UDFനെ പിന്തുണച്ച ഒരു നഗരമാണ് കണ്ണൂർ. എന്നാൽ ആ നഗരം വിട്ട് ഗ്രാമപ്രദേശത്തേക്ക് പോകുമ്പോൾ അവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. LDFന് മൃഗീയമായ മേൽക്കൈ എക്കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നു. അത് ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ അതിശക്തമായ CPMന്റെ അണികൾ അവിടെ തീർച്ചയായും CPMന്റെ ഭരണം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഏതെങ്കിലും കാരണവശാൽ CPMന് നഗരസഭ മണ്ഡലം, അതായത് ജില്ല നഷ്ടപ്പെട്ടാൽ CPMന് രാഷ്ട്രീയമായ അടിത്തള തന്നെ ഇളകും. പക്ഷെ CPMനെതിരെ സൈലന്റായി വരുന്ന ഒരുപാട് വിരുദ്ധ സ്വരങ്ങൾ അവിടെയുണ്ട്. പക്ഷെ CPM പലപ്പോഴും കൈക്കരുത്തിലാണ് ഇതൊക്കെ ഒതുക്കുന്നത്. വിഘടന പ്രവർത്തനങ്ങളും വേറിട്ട ചിന്തകളുമെല്ലാം കൈക്കരുത്തിൽ ഒതുക്കാൻ സാധിക്കുമോ ചോദ്യചിഹ്നമാണ്. അവസാനമായി വരുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം സമുദായത്തിന് നിർണായക പ്രാധാന്യമുണ്ട്. തീയ വോട്ടുകൾ, അതുപോലെ മറ്റ് സമുദായ വോട്ടുകളെല്ലാം ഉണ്ട്. അവിടെയും ഇടതുപക്ഷത്തിന് തീവ്രമായ വേരോട്ടമുണ്ടെങ്കിലും ഏറ്റവും വടക്കുള്ള കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും വടക്കുള്ള മഞ്ചേശ്വരം പ്രദേശത്ത് BJPക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. കേരളത്തിൽ ഒരു സീറ്റ് BJPക്ക് ലഭിക്കാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ടെങ്കിൽ അത് മഞ്ചേശ്വരമാണ്. കപ്പിനും ചുണ്ടിനുമിടയിൽ 2 പ്രാവശ്യം K സുരേന്ദ്രന് നഷ്ടപ്പെട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം നിയമസഭാ സെഗ്മെന്റ് എന്ന് ഓർക്കണം. അവിടെ പലപ്പോഴും ടാക്ടിക്കൽ വോട്ടിംഗ് ആണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി LDFന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് മഞ്ചേശ്വരം BJP പിടിക്കാതിരിക്കുന്നത്. അത് BJPക്ക് നന്നായി അറിയാം. ഒരു നീക്കുപോക്കാണ്. അങ്ങനെയുള്ള നീക്കുപോക്ക് പ്രാദേശികമായി നടക്കുമ്പോൾ കാസർഗോഡ് മഞ്ചേശ്വരം ബെൽറ്റിൽ ഏറെ പഞ്ചായത്തുകൾ, ചില നഗരസഭകളെങ്കിലും BJP പിടിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് BJPക്ക് പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ്. കാസർഗോഡിന്റെ മുഴുവൻ സ്ഥലങ്ങളല്ല, ജില്ലാ പഞ്ചായത്ത് ഒരുപക്ഷെ LDFന്റെ ഒരു ആധിപത്യത്തിൽ തുടരാനാണ് സാധ്യത. മൊത്തത്തിൽ കേരളത്തിന്റെ സമഗ്ര ചിത്രം പരിശോധിക്കുമ്പോൾ മറ്റൊരു വീഡിയോയിൽ ദക്ഷിണ കേരളത്തിന്റെ ചിത്രം പരിശോധിച്ചു. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ വീഡിയോയിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയത്ത്. തെക്കൻ കേരളത്തിൽ സംഭവിച്ചതുപോലെ ഒരു നിരാശ വോട്ടെടുപ്പിൽ വടക്കൻ കേരളവും കാട്ടുമോ? തെക്കൻ കേരളത്തെ ചെറിയൊരു തിരിച്ചടി നിരാശയാണ്. അതായത് വോട്ട് ടേൺഔട്ട് കുറവായിരുന്നു. കേവലം 3% ശരാശരി കുറവാണ് വോട്ട് ടേൺഔട്ട്. കാരണം കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ നിന്നും അത് ഏതാണ്ട് 73.7% ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് 70.9%. അന്തിമ കണക്കുകൾ വരുമ്പോൾ 71, 72 വരെ വന്നേക്കാം. എങ്കിലും കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും വോട്ടുകൾ മരവിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ ഗുണമാർക്ക്, അത് പിന്നീടൊരു വീഡിയോയിൽ ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ ഉള്ള ഒരു സമഗ്ര രാഷ്ട്രീയ ചിത്രം പരമാവധി നിഷ്പക്ഷമായി, എനിക്കൊരു പാർട്ടിയില്ല എന്ന് ഓർക്കണം. ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കുമെന്നോ തോക്കുമെന്നോ പറയാൻ ഞാൻ ആളല്ല, ആരും ആളല്ല. ആർക്കും പ്രശ്നം വെച്ച് കണ്ടെത്താനാവാത്ത കാര്യമാണ്. ഇത് ജനവിധിയാണ്. പക്ഷെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ വിഷയങ്ങൾ വേണ്ടതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് എൻ്റെ പക്ഷം. അനാവശ്യം എന്ന് പറയുന്നില്ല, ആവശ്യത്തിലധികം പ്രപ്പോർഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ചർച്ച ചെയ്ത് പ്രാദേശിക വിഷയങ്ങളുടെ പ്രഭ നഷ്ടപ്പെടുത്തി കളഞ്ഞ നിരാശാജനകമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. എങ്കിലും തദ്ദേശ ഗ്രാസ് റൂട്ട് ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസി അതിൻ്റെ ചാരുതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തയ്യാറാകുമല്ലോ. അതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട്
തൽക്കാലം നിർത്തട്ടെ.